ഇന്ന് രാവിലെ ഒരു 4 മണിക്ക് എണീറ്റുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമുക്കൊരു ബ്രൈഡൽ മേക്കപ്പ് വർക്ക് വരുന്നുണ്ട്. ഏകദേശം കൊയിലാണ്ടി ഭാഗത്താണ് വരുന്നത്. ബ്രൈഡ് ദിലിനെയാണ് കേട്ടോ. നമുക്ക് അവിടെ ഒരു 5 മണിയാകുമ്പോൾ എത്തണം. സോ നമ്മളൊരു 4:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ എത്തിയപ്പോഴാണ് കേട്ടോ ബ്രൈഡ് എഴുന്നേൽക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 5:15 ആയപ്പോഴേക്കും ബ്രൈഡിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്റെ പാത്തൂനെ ഞാൻ ഉറക്കി കെടുത്തി ഉമ്മാനെ ഏൽപ്പിച്ചാട്ടോ പോന്നേ. ബ്രൈഡ് ഒന്ന് ഫ്രഷ് ആയി വരുമ്പോഴേക്കും നമ്മൾ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചു. ദിൽനയുടെ കണ്ടീഷൻ എന്താന്ന് വെച്ചാല് ദിൽനക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അത് കവർ ചെയ്യണമെന്നായിരുന്നു മെയിൻ കണ്ടീഷൻ. പിന്നെ ലെൻസും ലാഷസും ഒന്നും വേണ്ടെന്ന് ദിൽന പറഞ്ഞിരുന്നു. ഞാൻ കുറച്ച് ടെൻഷൻ ആയിരുന്നു ഈ വർക്കില്. സാധാരണ എല്ലാ മേക്കപ്പ് വർക്കിനും ഞാൻ കുറച്ച് ടെൻഷൻ ആവലുണ്ട്. കാരണം അവരുടെ റിവ്യൂ കിട്ടുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എല്ലാവർക്കും ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവരുടെ റിവ്യൂ കിട്ടുന്ന വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ, അതോ മേക്കപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എല്ലാവരുടെ അഭിപ്രായം എന്താ, അതൊക്കെ അറിഞ്ഞാലേ എനിക്ക് സമാധാനമാവുള്ളൂ. പക്ഷെ ഇതിന് ഞാന് കുറച്ച് കൂടുതൽ ടെൻഷനായിരുന്നു. കാരണം ഒരു മാസത്തോളം മഞ്ഞപ്പിത്തം പിടിച്ച് കിടന്നു, വർക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് അധികം ടെൻഷൻ ഉണ്ടായിരുന്നു. എത്രത്തോളം നന്നാവും, ഇഷ്ടപ്പെടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ സത്യം പറയാലോ, ദിൽനയുടെ അടുത്ത് ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്നു. നമ്മളൊരു 3-4 മണിക്കൂർ ബ്രൈഡിനെ ഒരുക്കുമ്പോ എങ്ങനെ ഒന്നും സംസാരിക്കാതെ നിക്കാൻ കഴിയുക? എന്നെക്കൊണ്ട് ഒട്ടും കഴിയൂല കേട്ടോ. അങ്ങനെ എനിക്ക് ഒട്ടും ബോറടിക്കാതെ സംസാരിച്ചും ചിരിച്ചും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു വർക്കായിരുന്നു ദിൽനയുടേത്. എന്റെ ടെൻഷൻ പിന്നെ എയിലേ പോയി എന്ന് ഒരു ഐഡിയ ഇല്ല. ചെറിയൊരു 8ന്റെ പണി കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ഞാൻ കൂളായിട്ടാട്ടോ മുന്നോട്ട് പോയത്. ഞാനൊന്ന് ടെൻഷൻ ആയിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് അത് ചെയ്ത് സത്യം പറഞ്ഞാല് പെർഫെക്റ്റ് ആയിരുന്നു. എന്റെ മൈൻഡില് എനിക്ക് അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. എന്തായാലും 8ന്റെ പണീന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയില് പറയാം. ഇതത്രയും ലെങ്ത് ആക്കുന്നില്ല. അപ്പോ നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ നമ്മൾ അടുത്ത പാർട്ട് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതുപോലെ ലൈക്ക് ഇടാൻ മറക്കണ്ട. അപ്പൊ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് പാർട്ടായിട്ട് വരാട്ടോ.